സൈനിക ക്യാമ്പിൽ ആനക്കൊമ്പ് മോഷണം. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ മോഷണം നടന്നു. 2 കോടി വില വരുന്ന ആനക്കൊമ്പ് കാണാനില്ല എന്നാണ് പരാതി. കാണാതായത് ക്യാമ്പിൽ പാർട്ടി നടത്തിയതിന് പിന്നാലെ മോഷ്ടിച്ചത് DJ പാർട്ടി നടത്താൻ എത്തിയവരെന്ന് സംശയം. ഇന്ദുലേഖ രേണു ചേർന്ന വിവരങ്ങളുമായി. ഇന്ദുലേഖ, സൈനിക ക്യാമ്പിലൊക്കെ കയറി ആനക്കൊമ്പ് മോഷ്ടിക്കണമെങ്കിൽ അത് അവരത്ര നിസ്സാരക്കാരല്ല, അല്ലെങ്കിൽ കാര്യമായ ബോധമില്ലാത്തവരും ആയിരിക്കും. എന്താണ് ഉണ്ടായത്? ഈ പറഞ്ഞതുപോലെ തന്നെ പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നാണ് ഈ മോഷണം പോയിരിക്കുന്നത്. ആനക്കൊമ്പ് 2 കോടി രൂപ വില വരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം മൂല്യമുള്ള ഒരു ആനക്കൊമ്പാണ്. അതിന് അത്രത്തോളം തന്നെ പഴക്കവുമുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു DJ പാർട്ടി നടന്നിരുന്നു. നിലവിലെ നിഗമനം ഈ DJ പാർട്ടി നടത്താൻ എത്തിയവരോ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആവാം ഈ മോഷണത്തിന് പിന്നിലെന്നാണ്. ഏകദേശം 17 പേരോളം ഇന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിശദമായ രീതിയിലുള്ള മറ്റു തലത്തിലുള്ള അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണ്, എപ്പോഴാണ്, ആരാണ് ഇതെടുത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ സൈനിക ക്യാമ്പിൽ നിന്നാണ് മോഷണം പോയെന്നുള്ളതാണ് ഏറ്റവും നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം. കാരണം അത്രയും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് മോഷണം പോയിരിക്കുന്നത്. സൈനിക ക്യാമ്പിൽ ഈ ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്നത്, അതായത് പാങ്ങോട് സൈനിക ക്യാമ്പ് ഒരു ഏരിയ മുതൽ മറ്റൊരു അറ്റം വരെ വ്യാപിച്ചു കിടക്കുകയാണ്. അവിടെ എവിടെയാണ് ഈ DJ പാർട്ടി നടന്നത്? ആ ഹാളിലായിരുന്നോ, അല്ലെങ്കിൽ അത് നടന്ന സ്ഥലത്തായിരുന്നോ ആനക്കൊമ്പ് ഉണ്ടായിരുന്നത്? അത് കൃത്യമായി എവിടെയാണ് ഇത് സൂക്ഷിച്ചിരുന്നത്, അതായത് സൈനിക ക്യാമ്പിലാണെന്ന് വ്യക്തമാകുന്നുണ്ട്. അത് അതിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ഈ ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്നതെന്ന് നിലവിൽ വ്യക്തമല്ല. പക്ഷേ ഈ DJ പാർട്ടി നടന്ന ഏരിയയുടെ അടുത്ത് ആണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ച് മുൻപേ അറിവുള്ളവരോ, അല്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് അവിടെ വന്ന് അത് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് അത്ര പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ മുൻപേ അറിവുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്തതാണെന്നാണ് നിലവിൽ ഒരു നിഗമനം. അതുമായി ബന്ധപ്പെട്ട ആ രീതിയിലാണ് കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുന്നത്. മോത്തി, ശരി. ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ സൈനിക ക്യാമ്പിൻ്റെ പരിസരത്തു കൂടി പോകുമ്പോൾ വാഹനം എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ പോലും പലപ്പോഴും വാഹനം അവിടെ നിർത്തി 1-2 ആൾ കൂടുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഓടിക്കൂടുന്നൊരു പതിവുണ്ട്. എന്താണ് ഉണ്ടായത് എന്നറിയാൻ. അതായത് സൈനിക ക്യാമ്പ് ആക്രമണമോ മറ്റോ നിങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്ന രീതിയിലാണ് ഓടി വരിക. ഒരു ഫോൺ കോൾ വന്നപ്പോൾ കാർ സൈഡിൽ നിർത്തി ഫോണിൽ സംസാരിക്കുകയായിരുന്ന സമയത്ത് പോലും സൈനികൻ വന്ന് എന്തുകൊണ്ട് വാഹനം ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ തരത്തിലൊക്കെ ഇടപെടുന്ന സ്ഥലത്താണ്. പൊതുവെ പറയാറുണ്ട്, ആ ഭാഗത്തേക്കേ പോകരുത്, വെടിവെച്ച് അരിപ്പയാക്കി കളയും എന്ന് പറയാറുണ്ട്. അവിടെ നിന്നും ഒരു ആനക്കൊമ്പൊക്കെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വിരുദ്ധനാണ്.